കണ്ണൂർ പാറക്കണ്ടി പകർച്ചവ്യാധി ഭീഷണിയിൽ ചെട്ടിയാർകുളത്തിന് സമീപമുള്ളവർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. പ്രദേശത്തെ വൃത്തിഹീനമായ സാഹചര്യത്തിനെതിരെ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രോപ്പറായിട്ട് ഒരു ഡ്രെയിനേജ് പോലും ഇല്ലാണ്ടാണ് ഇവിടെ ഇപ്പം അനധികൃതമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ താമസിപ്പിച്ചിരിക്കുന്നത്. അയാളിപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞത് 10-12 പേര് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ എന്നാണ്. അതല്ല, ഒരു റൂമിൽ 5-6 ആൾക്കാർ താമസിക്കുന്നുണ്ട്. മുകളിൽ നിന്നാണ് കുളിയൊക്കെ, അവിടെ നിന്നാണ് ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ, അവരുടെ വേസ്റ്റ് സാധനങ്ങൾ മുഴുവൻ ദൂരേക്ക് വലിച്ചെറിയുക. അത് കാക്കകൾ പരിസരത്ത് അവിടെ ഇവിടെ, ഞങ്ങൾ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ പല സ്ഥലത്തും കൊണ്ടിടുകയാണ്. പിന്നെ എലികളെ കൊണ്ട് ഈ ഭാഗത്ത് നിറഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദിവസവും പറയുന്ന പോലെ മൂർഖനെ കണ്ടുകൊണ്ടാണ് എഴുന്നേക്കേണ്ട അവസ്ഥ വരുന്നത്. ഇന്നലെയും രാവിലെ വലിയൊരു മൂർഖൻ ഞങ്ങളുടെ തൊട്ട ബാക്കിലുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ആരോടാ പറയുക? കണ്ണൂർ പാറക്കണ്ടി ചെട്ടിയാർകുളം നിവാസികൾ ഭീതിയിലാണ്. 2 വർഷം മുമ്പ് പ്രദേശമാകെ ഡെങ്കിപ്പനി പടർന്നിരുന്നു. ആ ഭീതിയാണ് ഇന്ന് പ്രദേശത്ത് നിലനിൽക്കുന്നത്. കക്കൂസ് മാലിന്യം അടക്കം ഒഴുക്കിവിടുന്ന പ്രശ്നം തൊട്ട് ഇളനീർ തൊണ്ട് ശേഖരം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരെ ഉയർത്തി നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. നമ്മളെ ഈ ബുദ്ധിമുട്ട് ഇവിടെ പറയേണ്ട ഭരണാധികാരികളോടും കൗൺസിലറോടും എല്ലാം പറഞ്ഞു മതിയായിട്ടാണ് ഉള്ളത്. ഞാൻ 2-3 പ്രാവശ്യം കംപ്ലൈൻറ്റ് തന്നെ കൊടുത്തു. ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഒടുക്കാണ് മിഞ്ഞാന്ന് ഇയാളെ കണ്ട പ്രകാരം ഇയാൾ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഈ കാര്യത്തിലേക്ക് കടന്നു വന്നത്. നമ്മൾ അനുഭവിക്കുന്നത് ഇതിന് മുകളിൽ നിന്ന് കുളിക്കും, പിന്നെ പാത്രം കഴുകിയ വെള്ളം എല്ലാം ഈ ഓവിൽ ഇവിടെ സ്റ്റാഗ്നേറ്റ് ചെയ്യും, കൂടിക്കലർന്നിട്ട് വെക്കും. പിന്നെ മലിനജലങ്ങൾ പിന്നെ അവിടെ കാണുന്നില്ല നിങ്ങൾ, കുറേ ഇതെല്ലാം ചകിരി മറ്റേതെല്ലാം കൂട്ടിയിട്ടിട്ട് അതുകൊണ്ട് കൊതുശല്യം ജാസ്തി. ഒരു വൃത്തി എന്ന് പറഞ്ഞത് ഈ ഭാഗത്തില്ല. വെള്ളം കയറുന്നൊരു പ്രദേശമാണെങ്കിലും കുറച്ച് വൃത്തിയുള്ളൊരു പ്രദേശമായിട്ട് കുറേ കാലമായിട്ട് നിലനിർത്തിയൊരു പ്രദേശമാണ് നമ്മൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പല പ്രവൃത്തികളും നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വീടും അതിനോട് അനുബന്ധിച്ച സ്ഥലവും അത് കോർപ്പറേഷൻ്റെ ലീസിലുള്ള സ്ഥലമാണ്, മറ്റേത് സ്വകാര്യ വ്യക്തിൻ്റെ വീടാണ്. അവിടെ കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകളിലെ മാലിന്യങ്ങൾ, അതുപോലെ തന്നെ ഇളനീരിൻ്റെ തൊണ്ടുകൾ, ഇതെല്ലാം ഇവിടെ ഡംപ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആളിൽ കൂടുതൽ ഇവിടെ താമസിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള കക്കൂസ് മാലിന്യ ശേഖരണത്തിനോ ഒന്നും തന്നെ ഒരു മാർഗ്ഗം കൂടി ഇല്ല. അതൊക്കെ പുറത്തേക്ക് ഒഴുക്കിവിടുകയാണ്. CPM ഏരിയ സെക്രട്ടറി KP സുധാകരൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു. സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആളുകളിൽ വല്ലാതെ അസ്വസ്ഥത പകർത്തുന്ന ഒരു കാര്യമാണ്. പല ഘട്ടങ്ങളിലും ഇവർ ഈ പറയുന്ന ആളുകളോട് പറയുന്നത് ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. കോർപ്പറേഷൻ്റെ ഈ കെട്ടിടത്തോട് ചേർന്നിട്ട് കോർപ്പറേഷൻ്റെ ഒരു 4 സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് പറയുന്നു. ആ സ്ഥലം ഈ അബ്ദുള്ള എന്ന് പറയുന്ന ആൾ ലീസിന് വാങ്ങിയിട്ട് അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന മാലിന്യങ്ങളൊക്കെ ഇവിടെ ഡംപ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ കോർപ്പറേഷനിൽ പരാതി കൊടുത്തപ്പം ആ പരാതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബന്ധപ്പെട്ടവരൊക്കെ വന്ന് ഇവർക്ക് ഫൈനിടുകയും ആ ഫൈൻ അടക്കാൻ വേണ്ടി ഇവരങ്ങോട്ട് പോയില്ല. അവിടെ വലിയ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. കോർപ്പറേഷൻകാർ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കലുമില്ല. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഫിലിപ്പോസ് മാമച്ചൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, PM സാജിദ്, മിനി സുരേഷ്, P സുന്ദരൻ, K രാജലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.